പാസ്പോർട്ടിൻ്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അല്ലേ. നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പം എന്ത് കൊടുക്കണം അല്ലേ? അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്നത്തെ പച്ചക്കറിക്കുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം അല്ലേ. ശ്രീ ഇ അഹമ്മദ് സാഹിബിൻ്റെ, സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ ഈ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കും. 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് അദ്ദേഹത്തിൻ്റെ മുട്ടുകാല് തല്ലിയൊടിച്ചു. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച, 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പണാണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബദ് ഹുസൈൻ തങ്ങൾ അവർകളും അബൂബക്കറും നൗഷദലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശ്ശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാനേ, പക്ഷേ കേരള സർക്കാർ അതിനുള്ള സ്ഥലം എടുത്തു കൊടുക്കണം. വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന 3 ട്രെയിനല്ല, നമുക്കത് 6 ട്രെയിനായും വരാനുള്ള സാധ്യത. ആലപ്പുഴ വഴിയും പോകുന്നില്ലേ 2 ട്രെയിൻ? അതുപോലെ വന്നൂടെ? നമുക്ക് ഇന്നുള്ള റെയിൽ നെറ്റ്വർക്ക് അതിലൂടെ ഓടിക്കാൻ ഇനി ട്രെയിനുകൾക്ക് സമയമില്ല, ആ സമയത്തിൻ്റെ സ്പേസ് ഇല്ല. നമുക്ക് വീതി വർദ്ധിച്ചു കിട്ടണം. കേരളം വളരെ ചെറിയ സംസ്ഥാനമാണ്. നമുക്ക് കടലിനും മലനിരകൾക്കും ഇടയ്ക്ക് ഒരല്പം വായുവാണ് നമുക്ക് കിട്ടുന്നത്. അതെന്തിനെല്ലാം വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ കണക്കെടുത്ത് എവിടെയൊക്കെ ആവാസ വ്യവസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ അത് തിരൂർ, പൊന്നാനി, ഇരിഞ്ഞാലക്കുട, ഗുരുവായൂർ വഴി ഇരിഞ്ഞാലക്കുട ലൈനിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇത്